നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. വിസ്ഡം ടൂത്ത് എടുത്തിട്ട് അതിനെന്താ നാളെ തന്നെ ജോലിക്ക് പോവാം, ജസ്റ്റ് മെഡിസിൻ കഴിച്ചിട്ട് പോകാം. ഈ വിസ്ഡം ടൂത്ത് എത്രയോ നെർവ്സിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹെഡ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഒന്നിങ്ങനെ ഉലയും. ആ ഉലഞ്ഞിരിക്കുന്ന നമ്മൾ നാളെ തന്നെ ജോലിക്ക് പോക്കോ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നാളെ തന്നെ നിങ്ങൾ പൊക്കോ എന്ന് എന്ത് അർത്ഥത്തിലാണ് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റൂട്ട് കനാലും വിസ്ഡം ടൂത്ത് റിമൂവലും ഡെന്റൽ ക്ലിനിക്കിൽ വളരെ കോമൺ ആണ്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കണം, റൂട്ട് കനാൽ എന്ന് പറയുന്നത് പല്ലിൻ്റെ മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും തീരെ നിവർത്തിയില്ല എന്നൊരു സിറ്റുവേഷൻ മാത്രം വരുമ്പോൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി റൂട്ട് കനാൽ പ്രോപ്പർലി ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ഇറങ്ങി പോകുന്ന കാര്യം അറിയത്തില്ല. ഈ റൂട്ട് കനാൽ ചെയ്തത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് ഒരു 4-5 വർഷത്തിന് ശേഷമായിരിക്കും. ഓക്കെ, ചില ആൾക്കാർക്ക് ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിംറ്റംസ് കാണിച്ചു കൊടുക്കും. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്ത ഏരിയയിൽ നിങ്ങൾക്ക് പെയിൻ തുടങ്ങും. എന്താണെന്നറിയില്ല, എന്തോ ഒരു പെയിൻ. നമ്മൾ ആദ്യം റൂട്ട് കനാൽ ചെയ്ത പല്ലിന് ഒന്നെങ്കിൽ അവർ ആ റൂട്ടിനെ പ്രോപ്പർലി കൊന്നിട്ടുണ്ടാകില്ല. കാരണം ഈ റൂട്ട് കട്ട് ചെയ്യുന്ന കുറച്ച് രീതികളും ഇല്ല, അതിനെങ്കിൽ മരവിപ്പിച്ച് അതിനെ നശിപ്പിക്കുന്ന കുറച്ച് രീതിയുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. കെനാൽസിനെ ഫില്ല് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ ഫില്ലിങ് ഓവർ ആവാൻ പാടില്ല, ഹാഫ് ആവാൻ പാടില്ല. ബിഫോർ ഫില്ലിങ് അതിൽ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും പല ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഇൻഫെക്ഷൻ സംഭവങ്ങളെല്ലാം മാറ്റണം. ഓക്കെ, അത് ഓവർലി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഹാഫ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലോ പ്രോപ്പർലി ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അതിനെ ഡെഡ് ആക്കിയിട്ടുണ്ടെങ്കിലോ പ്രോപ്പർലി ഡെഡ് ആക്കിയിട്ടില്ലെങ്കിലോ ഒക്കെ ഇത് വീണ്ടും ഇൻഫെക്ഷൻ ഇരിക്കും. ഇപ്പോൾ ഈ സംഭവങ്ങളൊന്നും അറിവില്ലാതെ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ജീവന് തന്നെ അപകടത്തിലാകും എന്നുള്ളത്.